സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ 8 നോമ്പാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ശ്രദ്ധേയമായി. വൈകിട്ട് 4 മണിയോടുകൂടി കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറക്കൽ അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷമായിരുന്നു ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ചരിത്രപ്രസിദ്ധമായ അക്കരപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മാതൃദീപ്തി, പിതൃവേദി, SMYM, മിഷൻ ലീഗ് തുടങ്ങിയ സംഘടനകൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ തീർത്ഥാടനം നടത്തി. അഭിവന്യ പിതാക്കന്മാരുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യം തിരുനാളിനെ മാറ്റുകൂട്ടി. തിരുനാൾ സന്ദേശത്തിൽ ജപമാലയെക്കുറിച്ചും ജപമാല ഭക്തിയെക്കുറിച്ചും അഭിവന്യ പിതാവ് വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. കടപ്ലാമറ്റം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പുണ്യശ്ലോകനായ കുട്ടൻതറപ്പിൽ ഔസേപ്പച്ചന്റെ 68ാം ചരമവാർഷികവും ശ്രാദ്ധവും സെപ്റ്റംബർ 7 നടത്തപ്പെട്ടു. ചരമവാർഷിക ദിനത്തിൽ 10 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നാമകരണ പ്രാർത്ഥനയും ഒപ്പീസും ശ്രാദ്ധ വെഞ്ചരിപ്പും അഭിവന്യമാർ സെബാസ്റ്റ്യൻ വാണിയപുരക്കലിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഫാദർ അജോ പേഴുംകാട്ടിൽ സഹകാർമ്മികനായിരുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിത മാതൃകയ്ക്ക് തുല്യമായ ജീവിതം നയിച്ചിരുന്ന ബഹുമാനപ്പെട്ട കുട്ടൻതറപ്പിലെ ഔസേപ്പച്ചൻ അധിക താമസമില്ലാതെ പാലാ രൂപതയിലെ വിശുദ്ധനായി തീരുമെന്ന് മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ അച്ഛൻ വചന സന്ദേശത്തിലൂടെ അറിയിച്ചു. സെന്റ് വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ സമർപ്പിത പ്രവർത്തകനായിരുന്ന പിയർ ജോർജിയോ ഫ്രസാറ്റിയെയും ഈ നൂറ്റാണ്ടിന്റെ വിശുദ്ധൻ കാർലോ അക്വിറ്റസിനെയും പരിശുദ്ധ ലെയോ 14 മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിനാൽ കോഴിക്കോട് അതിരൂപതയിലെ കോഴിക്കോട് താമരശ്ശേരി സെൻട്രൽ കൗൺസിലുകൾ സംയുക്തമായി കോഴിക്കോട് അമലാപുരി സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്നും സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ റാലി നടത്തിയത് ശ്രദ്ധേയമായി. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വിശ്വാസ ജീവിത പരിശീലനത്തിന്റെ ഭാഗമായുള്ള മരിയൻ തീർത്ഥാടനം ഉപ്പുതുറയിൽ നടന്നു. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ തീർത്ഥാടനം ന്യൂദാദേവൂസ് കപ്പേളയിൽ ഉപ്പുതുറ ഫെറോന വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ജപമാല പ്രാർത്ഥനയോടുകൂടി മരിയൻ റാലി ഉപ്പുതുറ പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ ഫാദർ ജോസഫ് വെള്ളിമരത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് മരിയൻ സന്ദേശം നൽകി. തീർത്ഥാടനത്തിന് രൂപത വിശ്വാസ ജീവിത പരിശീലന കേന്ദ്ര ഡയറക്ടർ ഫാദർ തോമസ് വാളന്മനാൽ, മിഷൻ ലീഗ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബോബി വേലിക്കകത്ത്, രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുടിയേറ്റ ജനതയുടെ വിശ്വാസത്തിന്റെ ഉജ്ജ്വല സാക്ഷ്യമായി 5ാമത് ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം നടന്നു. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലുള്ള തീർത്ഥാടനം രാജകുമാരി തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഹൈറേഞ്ചിന് പുതിയ അനുഭവമായി മാറി. വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന ആയിരങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാൽനടയായി തീർത്ഥാടനത്തിൽ അണിനിരുന്നു. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാൽനട തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. മുണ്ടൂർ മൗണ്ട് കാർമൽ ചർച്ച് വികാരി ഫാദർ ബാബു അപ്പാടിന് ദേവാലയ പരിസരത്ത് വിവിധ കാർഷിക വിളകൾ നട്ടുപരിപാലിച്ച് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കാർഷിക സ്ഥാപനത്തിലുള്ള പുരസ്കാരം നേടി. മുണ്ടൂരിലെ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിന് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള കാർഷിക വിളകൾ കണ്ണുകൾക്ക് കൗതുകകരമായ കാഴ്ചയാണെങ്കിലും ഇത് വികാരി ഫാദർ ബാബു അപ്പാടിന്റെ കൃഷിത്തോട്ടമാണെന്ന് അറിയുന്നത് ഒരുപക്ഷെ ഇടവകക്കാർക്ക് മാത്രമായിരിക്കും. ഇടവകയിലെത്തിയിട്ട് ഏകദേശം 1.5 വർഷമാകുമ്പോഴേക്കുമാണ് പള്ളിമുറ്റത്തിന്റെ അരികിലും വൈദിക മന്ദിരത്തിന് പുറകിലുമായി നിരവധി കാർഷിക വിളകൾ നട്ടുപരിപാലിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ അംഗീകാരം വികാരി നേടിയത്. ചരിത്രം സൃഷ്ടിച്ച മദ്യവിൽപ്പനയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ വിമുക്തി മിഷൻ പ്രഹസനമാണെന്നും പിരിച്ചുവിടണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള. സംസ്ഥാനത്തെ മാധ്യമങ്ങൾ നൽകുന്ന ബോധവൽക്കരണങ്ങളും മുന്നറിയിപ്പുകളുമാണ് വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങളെക്കാളും മികച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ KCBC മദ്യവിരുദ്ധ സമിതി വിഷയത്തിൽ സർക്കാർ കർക്കശ എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.